ഹലോ സിനിഫൈൽസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2013 റിലീസായ ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. നമുക്ക് പല സൂപ്പർ ഹീറോസിനെ അറിയാം. അയൺമാൻ, ബാറ്റ്മാൻ, സ്പൈഡർമാൻ, അതുപോലെ പലരെ അറിയാം. പക്ഷെ സൂപ്പർ എന്ന വാക്ക് തന്നെ പേരിലുള്ള ഒരു സൂപ്പർ ഹീറോയുടെ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ സൂപ്പർ ഹീറോ ഞാൻ ജനിക്കുന്നതിന് മുൻപേയും ഉണ്ടായിരുന്നു, ജനിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു, ജനിച്ച് കഴിഞ്ഞപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഒരേപോലെ ഇടം പിടിച്ചൊരു സൂപ്പർ ഹീറോ. ഒരിക്കലും ഇനി ആ സൂപ്പർ ഹീറോ നമ്മുടെ മനസ്സിൽ നിന്ന് മായത്തില്ല. ഒരു സൂപ്പർ ഹീറോ എന്താവണം, എങ്ങനെയാവണമെന്ന് നമ്മുടെ മനസ്സിൽ സ്റ്റാൻഡേർഡ് ഇട്ട സൂപ്പർ ഹീറോ. ഞാനിവിടെ പറയുന്നത് വേറെ ആരെ പറ്റിയുമല്ല, നമ്മുടെ സ്വന്തം സൂപ്പർമാനെ പറ്റിയാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്ന സിനിമ 2013 റിലീസായ നമ്മുടെ സ്വന്തം സൂപ്പർമാൻ്റെ മാൻ ഓഫ് സ്റ്റീൽ എന്ന മൂവിയാണ്. ഈ സിനിമയെപ്പറ്റി പലരും പലയിടത്തും കേട്ടിട്ടുണ്ടാകും. കാരണം അത്ര വലിയ ഓളമാണ് ഈ സിനിമ സോഷ്യൽ മീഡിയയിലും ലോക സിനിമാ ചരിത്രത്തിലും സൃഷ്ടിച്ചത്. പിന്നെ ഈ സിനിമ വേറെ ഒരു സോളോ മൂവിയല്ല, ഒരു സ്പിൻ ഓഫ് സിനിമയല്ല, പകരം ഒരു മൊത്തം യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് മൂവിയാണ് മാൻ ഓഫ് സ്റ്റീൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് 2013 റിലീസായ മാൻ ഓഫ് സ്റ്റീൽ എന്ന മൂവിയും നമ്മൾ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത് DCEU എന്ന യൂണിവേഴ്സുമാണ്. നമുക്ക് സമയം കളയാതെ വേഗം മൂവിയിലോട്ട് കിടക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ കഷ്ടപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ സ്ത്രീയുടെ ഭർത്താവും അവരുടെ കൂടെ കൈ ചേർത്ത് പിടിച്ച് തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അവരുടെ തൊട്ടടുത്തായിട്ട് ആ സ്ത്രീയുടെ ഡയഗ്നോസിസും ബേബിയുടെ ഹെൽത്തും പ്രൊജക്ട് ചെയ്യുന്ന കെലോർ എന്ന റോബോട്ടും ഉണ്ട്. പതുക്കെ ആ സ്ത്രീയുടെ വേദന കൂടാൻ തുടങ്ങി. മാത്രമല്ല കെലോർ എന്ന റോബോട്ടിന്റെ കുഞ്ഞിന്റെ 3D മോഡലും പ്രൊജക്ട് ചെയ്ത് കാണിച്ചു. കുഞ്ഞ് പുറത്തു വരാൻ സമയമായ സ്ത്രീയുടെ ഭർത്താവിന് മനസ്സിലായി. ആ സ്ത്രീ വേദന കൊണ്ട് അലറിക്കരയാൻ തുടങ്ങി. അവരുടെ ഭർത്താവ് അവരെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ തനിക്ക് പറ്റാവുന്നത്ര കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അത്രയും നേരത്തെ കഷ്ടപ്പെടലിനൊടുവിൽ അവർക്കൊരു ആൺകുഞ്ഞുണ്ടായി. അവള് ഭയങ്കര ആശ്വാസത്തോടെ തന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കി. ആ കുഞ്ഞ് ഭയങ്കര ഒച്ചയിൽ കരയാൻ തുടങ്ങി. തന്റെ അമ്മ ഭയങ്കര സന്തോഷത്തോടെയാണ് കുഞ്ഞിനെ നോക്കിയത്. പക്ഷെ തന്റെ അച്ഛൻ അങ്ങനെയല്ല അവനെ നോക്കിയത്. ആ കുഞ്ഞിന്റെ കണ്ണിൽ അയാൾ ഒരു നിയോഗം കണ്ടു. ആ കുഞ്ഞ് വളരെ ഒച്ചയിൽ കരയാൻ തുടങ്ങി. അത് ആ ലോകത്തുള്ള മൃഗങ്ങളും മറ്റു പക്ഷികളും എല്ലാം കേട്ടു. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അല്ലെ, ഞാനിത് എന്താണ് ഈ പറയുന്നത്? ഇത് ഏത് ലോകമാണ്? ആരാണ് ഇവരൊക്കെ? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. ഇവരിപ്പോ താമസിക്കുന്നത് ഭൂമിയിലല്ല, പകരം ക്രിപ്റ്റോൺ എന്ന് പറയുന്ന മറ്റൊരു ഗ്രഹത്തിലാണ്. ക്രിപ്റ്റോണിനെ പറ്റി പറയുകയാണെങ്കിൽ ക്രിപ്റ്റോൺ എർത്തിനേക്കാളും വളരെ മുന്നിലാണ്. അതിപ്പോ ടെക്നോളജിയുടെ കാര്യത്തിലായാലും സിവിലൈസേഷന്റെ കാര്യത്തിലായാലും. പക്ഷെ ക്രിപ്റ്റോൺ എന്ന ഈ പ്ലാനറ്റ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ എർത്തിന് ഒരു കോറുണ്ട്. ആ കോറിന് ഏകദേശം 5000 തൊട്ട് 6000 ഡിഗ്രി വരെ സെൽഷ്യസ് ഉണ്ട്. അതായത് അതിന് നല്ല ഹീറ്റ് എനർജിയും. അതുപോലെ ക്രിപ്റ്റോണിന് ഒരു കോറുണ്ട്. ആ കോർ അവർ വർഷങ്ങളോളം റിസോഴ്സസിന് വേണ്ടി മൈൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കോർ നശിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി നമുക്ക് മുന്നേ കണ്ട ഭാര്യയും ഭർത്താവും ആരാന്ന് നോക്കാം. ഈ സ്ത്രീയുടെ പേരാണ് ലാറ ലോർവാൻ. അവരുടെ ഭർത്താവാണ് ജോർ എൽ. ഇവരും ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ക്രിപ്റ്റോണിൽ വർഷങ്ങളോളം ആർട്ടിഫിഷ്യൽ ആയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അവർക്ക് വേണ്ട ന്യൂട്രീഷനും മറ്റും ആർട്ടിഫിഷ്യലായി തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. വലുതാവുമ്പോൾ അവർ എന്താവണം, എങ്ങനെയാവണം എന്നൊക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കുഞ്ഞ് സാധാരണ മനുഷ്യരെ പോലെയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ക്രിപ്റ്റോണിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. സീൻ ചേഞ്ച് ആയി ഒരു മീറ്റിംഗ് കാണിക്കുന്നു. അവിടെ നമ്മുടെ ജോറലും ഉണ്ട്. ജോറൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിപ്റ്റോണിലെ കൗൺസിൽ ഓഫ് 5 എന്ന കൗൺസിലിനോടാണ്. അവരാണ് ഇവിടുത്തെ ലോ മേക്കേഴ്സ്. ജോറൽ പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ, ക്രിപ്റ്റോണിന്റെ കോർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ആഴ്ചകൾ മാത്രമേ ബാക്കി കാണുള്ളൂ. ഞാൻ നിങ്ങളെ അപ്പോഴേ വിലക്കിയതല്ലേ. ക്രിപ്റ്റോണിന്റെ കോർ നശിപ്പിക്കുന്നത് നമ്മളെ ഒരുമിച്ച് കൊല്ലുന്നത് പോലെ. അത് നമ്മുടെ ഗ്രഹത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോവാം. ഇത് കേട്ട് നമ്മുടെ കൗൺസിൽ ഓഫ് 5 ഒരു അംഗം പറയാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ എനർജി റിസോഴ്സസ് എല്ലാം തീർന്നു പോയേനെ. അപ്പം നീ എന്ത് ചെയ്യും? നമ്മുടെ പൂർവികർ ചെയ്ത പോലെ തന്നെ നമ്മളും ചെയ്യും. ഇപ്പോഴും നമുക്ക് താമസിക്കാൻ കഴിയുന്ന ഗ്രഹങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ പഴയ താവളങ്ങൾ ഉപയോഗിച്ച് അവിടെ നമ്മൾ വീണ്ടും താമസം തുടങ്ങും. അത് കേട്ട് വീണ്ടും കൗൺസിൽ ഓഫ് 5 ഒരു അംഗം പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ ഈ ഗ്രഹം വിട്ട് പോകണമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല.
ഇവിടെ ഉള്ളവരെല്ലാം ഇപ്പം മരിക്കാൻ പോവാണ്. പക്ഷെ കോഡക്സിന്റെ കൺട്രോൾ എനിക്ക് തരുവാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും എന്നെ രക്ഷിച്ചിരിക്കും. ഇത് കേട്ടിട്ട് ഒരു നിമിഷത്തേക്ക് കൗൺസിൽ ഓഫ് ഫൈവിലെ എല്ലാവർക്കും ജോറൽ പറയുന്നത് ശരിയാണെന്ന് തോന്നി. ഇപ്പോഴും നമ്മുടെ കയ്യിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ കൈകളിൽ സൂക്ഷിക്കും. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ അവിടെ ഒരു സംഭവം ഉണ്ടായത്. കൗൺസിൽ ഓഫ് ഫൈവിന്റെ ഹോളിലെ ഡോർവേയിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി. അതെന്താണെന്നറിയാൻ ജോറൽ അടക്കം എല്ലാവരും തിരിഞ്ഞു നോക്കി. ഒരു കൂട്ടം ആൾക്കാർ തങ്ങളുടെ വെപ്പൺസ് ഉപയോഗിച്ച് അവിടെ നിന്ന് ഗാർഡ്സിനെ എല്ലാം വെടിവെച്ചു കൊന്നു. ഇത് കണ്ട് കൗൺസിൽ ഓഫ് ഫൈവിലെ എല്ലാ അംഗങ്ങളും പേടിച്ചു പോയി. ജോറൽ നോക്കി നിൽക്കി അവരുടെ തലവനും കൂട്ടരും മുന്നോട്ട് വരാൻ തുടങ്ങി. അവരുടെ തലവൻ നമുക്കൊരു പുതിയ മുഖമായിരുന്നു. അയാളുടെ പേരായിരുന്നു ജനറൽ സോഡ്. ക്രിപ്റ്റോണിൽ ആർട്ടിഫിഷ്യലായിട്ട് ജനിക്കുന്നവരൊക്കെ സൊസൈറ്റിയിൽ എന്താവണം, എങ്ങനായി തീരണമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോൺ എന്ന പ്ലാനറ്റിലെ ജനങ്ങളെ പല ഹൗസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഹൗസസിൽ മിലിറ്ററി ട്രഡീഷൻ പണ്ടേ മുതൽ പിന്തുടർന്നു വരുന്ന ഹൗസിന്റെ പേരാണ് ഹൗസ് ഓഫ് സോഡ്. ഈ ഹൗസ് ഓഫ് സോഡിലെ ഒരു പ്രധാന അംഗവും നിലവിലുള്ള ഹൗസ് ഓഫ് സോഡിന്റെ തലവനുമാണ് ജനറൽ സോഡ്. സ്വന്തം ഗ്രഹം നശിക്കാൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ജനറൽ സോഡ് ഇങ്ങനൊരു ലഹള ഉണ്ടാക്കിയെന്നാണ് എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത്. ജനറൽ സോഡ് അങ്ങോട്ട് വന്നിട്ട് പറയാൻ തുടങ്ങി, ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആരുടെ അധീനതയിൽ? എന്റെ അധീനതയിൽ. അങ്ങനെ പറഞ്ഞ ജനറൽ സോഡ് കൗൺസിൽ ഓഫ് ഫൈവിലെ ഒരു അംഗത്തെ വെടിവെച്ചു കൊന്നു. അത് കണ്ട് ജോറൽ അടക്കം കൗൺസിൽ ഓഫ് ഫൈവിലെ മറ്റംഗങ്ങളെല്ലാം ഭയന്നു. ജനറൽ സോഡ് വീണ്ടും പറയാൻ തുടങ്ങി, ബാക്കിയുള്ളവരെയൊക്കെ വിചാരണ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ശിക്ഷ കൊടുക്കണം. അത് കേട്ടപ്പോൾ ജനറൽ സോഡിന്റെ അസിസ്റ്റൻസ് എല്ലാം മറ്റ് കൗൺസിൽ ഓഫ് ഫൈവിൽ അംഗങ്ങളെ പിടിച്ചു കൂട്ടാൻ തുടങ്ങി. ഇത് കണ്ട് ജോറൽ ചോദിക്കാൻ തുടങ്ങി, എന്ത് ഭ്രാന്താണ് സോഡ് നീ കാണിക്കുന്നത്? ഇതൊക്കെ നാം വർഷങ്ങൾക്ക് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഇവിടുത്തെ ലോ മേക്കേഴ്സിന്റെ ഒരിക്കലും തീരാത്ത വാക്ക് തർക്കങ്ങളാണ് ക്രിപ്റ്റോണിനെ ഇവ നാശത്തിലേക്ക് എത്തിച്ചത്. ഇതേസമയം ജനറൽ സോഡിന്റെ ആൾക്കാർ കൗൺസിൽ ഓഫ് ഫൈവിലെ മറ്റംഗങ്ങളെല്ലാം ഓരോന്നായി തറയിലേക്ക് വലിച്ചിടാൻ തുടങ്ങി. ജോറൽ വീണ്ടും പറയാൻ തുടങ്ങി, നീയും നിന്റെ സൈന്യം ഇപ്പൊ ഇവിടെ വെച്ച് ജയിച്ചാൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് കേട്ട് ജനറൽ സോഡ് പറയാൻ തുടങ്ങി, അന്നാ നീ എന്റെ കൂടെ കൂടും, നമ്മുടെ കുലത്തെ രക്ഷിക്കാൻ നീ സഹായിക്കന്നെ. അങ്ങനെ പറഞ്ഞ ജനറൽ സോഡ് ജോറലിന്റെ തോളിൽ കൈവച്ചു. നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ച കുലങ്ങളെല്ലാം നമ്മൾ വേരോടെ ഇല്ലാതാക്കും. ഇത് കേട്ട് ജോറൽ ചോദിക്കാൻ തുടങ്ങി, അപ്പൊ ഏതൊക്കെ വംശങ്ങൾ രക്ഷപ്പെടുമെന്ന് തീരുമാനിക്കുന്നതാരാ? നീയാണ്. ഇത് കേട്ട് ജനറൽ സോഡ് പറയാൻ തുടങ്ങി, നോക്ക് ജോറൽ, എനിക്ക് നീയുമായിട്ട് തെറ്റിപ്പിരിയണമെന്നില്ല. പക്ഷെ നമ്മളെല്ലാം പണ്ട് ഒരുമിപ്പിച്ചേർത്തിയ തത്വങ്ങളെല്ലാം നീ ഇപ്പൊ ലംഘിക്കുകയാണ് സോഡ്. നീ നിന്റെ ആൾക്കാർക്ക് നേരെയാണ് ഇപ്പൊ വാള് വീശുന്നത്. പണ്ട് ഞാൻ ബഹുമാനിച്ചിരുന്നൊരു ജനറൽ സോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നിന്നെ പോലത്തെ ഒരു ചെകുത്താനെ ആയിരുന്നില്ല. അത് കേട്ട് ജനറൽ സോഡ് തന്റെ പടയാളികളോട് ജോറലിനെ എടുക്കാൻ പറയുന്നു. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് ജനറൽ സോഡിന്റെ പടയാളികൾ ജോറലിനെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ജോറലിന്റെ പേഴ്സണൽ AI അസിസ്റ്റന്റ് ആയ കെലക്സിനെ കാണുന്നു. കെലക്സ് ഒന്ന് ചോദിക്കാൻ തുടങ്ങി, സാർ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് കേട്ട് ജനറൽ സോഡിന്റെ ഒരു സോൾജർ കെലക്സിനോട് മാറാൻ പറയുന്നു. എന്നാൽ ജോറലിന്റെ കയ്യിലും മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ജോറൽ പെട്ടെന്ന് കണ്ണടച്ചു. അപ്പൊ തന്നെ കെലക്സ് വലിയൊരു ഫ്ലാഷ് ബീം ആ സോൾജേഴ്സിന്റെ കണ്ണിലോട്ട് അടുപ്പിച്ചു. ആ തക്കം മുതലെടുത്ത് ജോറൽ അവിടെയുള്ളവരെല്ലാം അടിച്ചിടാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ തന്നെ ഒരു വെപ്പൺ പ്രൊട്ടക്ഷൻ ആയിട്ട് എടുത്തിട്ട് നേരെ കെലക്സിന്റെ അടുത്ത് പോയി. കെലക്സ് ആണെങ്കിൽ ജോറലിന്റെ ഭാര്യ ലാറ ലോർ വാനെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു സംശയം കാണും, എന്തുകൊണ്ടാണ് ക്രിപ്റ്റോണിലെ ടെക്നോളജി ഇങ്ങനെയെന്ന്. ഈ ടെക്നോളജിയുടെ പേരാണ് ലിക്വിഡ് ജോമെട്രിക്സ്. ഇത് ക്രിപ്റ്റോണിൽ കണ്ടുവരുന്ന ഒരു ടെക്നോളജിയാണ്. നമുക്ക് എല്ലാവർക്കും ഹോളോഗ്രാം ടെക്നോളജിയെ പറ്റി അറിയാം, നമ്മളത് പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ക്രിപ്റ്റോണിലെ ലിക്വിഡ് ജോമെട്രിക്സ് ഒരു ഫിസിക്കൽ ടെക്നോളജിയാണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരുപാട് തരികൾ അറ്റ്മോസ്ഫിയറിലോട്ട് കൂടിച്ചേർന്ന് 3 ഡൈമെൻഷണൽ ഷേപ്സ് ആയിട്ട് മാറും. അപ്പൊ ഇത്രയുള്ള ടെക്നോളജിയെ പറ്റി കെലക്സ് ജോറിന്റെ ഓർഡർ പ്രകാരം ലാറയെ കണക്ട് ചെയ്തു. ലാറ കണക്ട് ആയപ്പോൾ തന്നെ ലാറ ജോറലിന് പുറകിലുള്ള സോൾജേഴ്സിനെ കണ്ടു. അപ്പൊ തന്നെ ജോറൽ അവരെ അറ്റാക്ക് ചെയ്തിട്ട് ലാറയോട് ലോഞ്ച് റെഡിയാക്കാനും താൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തുമെന്നും പറയുന്നു. ഇവിടെ ജോറൽ ലോഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ നമുക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവാം. ശേഷം ജോറൽ പുറത്തേക്ക് പോയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ജനറൽ സോഡിന്റെ ആർമി ക്രിപ്റ്റോണിന്റെ ക്യാപിറ്റൽ സിറ്റിയായ കാണ്ടൂറിന്റെ പുറത്ത് മൊത്തം നശിപ്പിക്കുകയായിരുന്നു. പക്ഷെ അത് കണ്ടൊന്നും ജോറൽ തളർന്നില്ല. ജോറൽ വേഗം തന്നെ തന്റെ പെറ്റായ ഹറാക്കയെ വിളിച്ചു. അപ്പൊ തന്നെ മേഘങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾ ഹറാക്ക വരുന്നത് കണ്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രിപ്റ്റോൺ ഒരു ഏലിയൻ പ്ലാനറ്റ് ആണ്. അവിടെയും വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അതിലൊന്നാണ് ഹറാക്ക എന്ന് പേരുള്ള ജോറലിന്റെ ഈ പെറ്റ്. പെട്ടെന്ന് തന്നെ ഹറാക്കയുടെ മേലെ ജോറലും കെലക്സും കയറി. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതൊക്കെ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് ആണ്. ആ അറ്റാക്കിനിടയിൽ ഹറാക്ക ജോറലിനെയും കെലക്സിനെയും വളരെ സുരക്ഷിതമായിട്ട് സെൻട്രൽ ഹബിലേക്ക് എത്തിച്ചു. ഇനിയാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരാൻ പോകുന്നത്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒന്നും പറയാതിരുന്നത് ഇതുകൊണ്ടാണ്. നിനക്ക് കോഡക്സ് എവിടെയാണെന്ന് കാണാൻ പറ്റുന്നുണ്ടോ കെലക്സ്? കോഡക്സ് സെൻട്രൽ ഹബിന്റെ താഴെയുണ്ട് സാർ. പക്ഷേ ജെനസിസ് ചാമ്പറിലേക്ക് അതിക്രമിച്ചു കയറുന്നത് ഒരു ക്ലാസ് ബി ക്രൈമാണ്. അതാരും ഇനി കണക്കിലെടുക്കില്ല കെലക്സ്.
ഈ ലോകം നശിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് ജോറൽ ആ സെൻട്രൽ ഹബിലേക്ക് ചാടി ജെനസിസ് ചാമ്പറിലേക്ക് എത്തി. ഇനി നമുക്ക് ഈ ജെനസിസ് ചാമ്പറും സെൻട്രൽ ഹബും എന്താണെന്നൊക്കെ നോക്കാം. സെൻട്രൽ ഹബ് എന്ന് പറയുന്നത് ക്രിപ്റ്റോണിന്റെ ക്യാപിറ്റലായ കാൻഡോർ സിറ്റിയിൽ ഒരു വലിയ തൂണ് പോലുള്ള സ്ട്രക്ചർ ആണ്. ഇനി ഈ ജെനസിസ് ചാമ്പർ എന്താന്ന് നോക്കിയാൽ അതൊരു ബെർത്തിങ് ഫെസിലിറ്റി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രിപ്റ്റോണിൽ വർഷങ്ങളോളം നോർമൽ ബെർത്ത് അലോ ചെയ്തിരുന്നില്ല. പകരം ക്രിപ്റ്റോണിയൻ ഫീറ്റസ് എല്ലാം ബേബി ആവുന്നിടം വരെ ഇവിടെ ആയിരുന്നു പ്രിസർവ് ചെയ്യുന്നത്, അഥവാ സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൂടാതെ അക്വാബോട്ട്സ് എന്ന് വിളിക്കുന്ന വെള്ളത്തിൽ പ്രവർത്തിക്കുന്ന റോബോട്ട്സിനെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ കേട്ടതാണ് ജോറൽ പറയുന്നത് പഴയ കോളനികളിൽ നിന്ന് വീണ്ടും ക്രിപ്റ്റോണിന്റെ ലൈഫ് ആരംഭിക്കാനായിട്ട്. ആ പറഞ്ഞത് ജെനസിസ് ചാമ്പറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ എംബ്രിയോ ഫോമിൽ ഇരിക്കുമ്പോൾ തന്നെ ജെനസിസ് ചാമ്പറിൽ നിന്ന് എംബ്രിയോസ് എല്ലാം ഷിപ്പുകളിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ഷിപ്പുകൾ മറ്റുള്ള പ്ലാനറ്റ്സിലേക്ക് അയക്കും. എന്നിട്ട് അവിടെയും ക്രിപ്റ്റോണിയൻ ലൈഫിന് തുടക്കം കുറിക്കും. അങ്ങനെയാണ് ക്രിപ്റ്റോണിയൻസ് അടുത്തുള്ള ഗ്രഹങ്ങളിൽ കോളനികൾ അഥവാ ഔട്ട് പോസ്റ്റുകൾ ആരംഭിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം കാണും, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവർക്ക് DNA അഥവാ ജനറ്റിക് മെറ്റീരിയൽ ആവശ്യമുണ്ട്. അതെവിടെ നിന്നാണ് വരുന്നതെന്ന്. ആ ജനറ്റിക് മെറ്റീരിയലിന്റെ സോഴ്സിന്റെ പേരാണ് കോഡക്സ്. ആ നമുക്ക് സിനിമയിൽ തൊട്ടടുത്ത രംഗങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നമ്മൾ മുന്നേ കണ്ടതാണ് ജോറൽ കോഡക്സിന്റെ കൺട്രോൾ തനിക്ക് നൽകാനായി ലോ മേക്കേഴ്സിനോട് അപേക്ഷിക്കുന്നത്. ജനറൽ സോഡിനും ഇതേ കോഡക്സ് തന്നെയാണ് വേണ്ടത്. അതെന്താന്നൊക്കെ നമുക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ജോറൽ വീണ്ടും ജെനസിസ് ചാമ്പറിന്റെ ആഴങ്ങളിലേക്ക് നീന്താൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ജോറല് നീന്തുന്നത് വെറും വെള്ളത്തിലല്ല, പകരം ജെനസിസ് ചാമ്പറിലെ കൃത്രിമ ഗർഭപാത്രങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പോഷകങ്ങൾ കൊടുക്കാനായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ദ്രാവകത്തിലൂടെയാണ്. ഈ ദ്രാവകത്തിന്റെ പേരാണ് ജെനസിസ് മാട്രിക്സ് ഫ്ലൂയിഡ്. ഇത് പോഷകഗുണമുള്ള ഒരു ദ്രാവകമാണ്. ജോറൽ ആ ഫ്ലൂയിഡ് മാട്രിക്സിലൂടെ നീന്തി കോഡക്സിന്റെ അടുത്തെത്തി. ഇവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കോഡക്സ് കാണുന്നത്. കോഡക്സ് ഒരു സ്കള്ളിന്റെ രൂപത്തിലുള്ള ആർട്ടിഫാക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് കോഡക്സ് ഒരു സ്കള്ളിന്റെ രൂപത്തിൽ ഇരിക്കുന്നതിനുള്ളതിന് ഒരുപാട് തിയറീസ് എക്സ്പ്ലനേഷൻ തരുന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയി തോന്നിയ ഒരു തിയറി ഞാൻ പറയാം. പണ്ട് ക്രിപ്റ്റോണിൽ കുട്ടികളൊക്കെ നാച്ചുറൽ ആയാ ജനിക്കുന്നതെന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല ജനിക്കുന്നതെന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ക്രിപ്റ്റോണിലെ ഡെവലപ്മെന്റും ടെക്നോളജിയും അഡ്വാൻസ്മെന്റിലൂടെ കടന്നു പൊക്കോണ്ടേയിരുന്നു. അങ്ങനെ ക്രിപ്റ്റോണിയൻസിന് ആർട്ടിഫിഷ്യലായി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ലഭിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രിപ്റ്റോണിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്താവണം, സൊസൈറ്റിയിൽ എങ്ങനെ ആവണം, ഏത് പൊസിഷനിൽ എത്തണമെന്നൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള കുഞ്ഞുങ്ങളെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും നല്ല ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു സോഴ്സ് വേണം. അതിനുവേണ്ടി ക്രിപ്റ്റോണിയൻസ് അവരുടെ ഏറ്റവും പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ആൻഷ്യൻ ക്രിപ്റ്റോണിയൻസിന്റെ സ്കള്ളും അതുപോലെ മറ്റ് ശരീരഭാഗങ്ങളും എടുക്കാൻ തുടങ്ങി. കാരണം അതിലായിരിക്കും അധികം ആൾട്ടറേഷൻ ഇല്ലാത്ത ഏറ്റവും പ്യുവർ DNA അവർക്ക് എടുക്കാൻ സാധിക്കുന്നത്. ക്രിപ്റ്റോണിൽ ഇനിയും ജനിക്കാൻ പോകുന്ന കോടാനുകോടിക്കണക്കിന് കുഞ്ഞുങ്ങൾക്കും ഒരേ DNAയുടെ സോഴ്സ് ആണെങ്കിൽ പോലും അവർ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ DNAയിൽ നിന്ന് ആൾട്ടറേഷൻ വരുത്തും. അങ്ങനെയാണ് ക്രിപ്റ്റോണിലെ സൊസൈറ്റിയിൽ പല പല ഹോംസ് ആയിട്ട് ആൾക്കാരെ തിരിച്ചിരിക്കുന്നത്. അതിൽ ജോറൽ സയന്റിസ്റ്റുകളുടെ വിഭാഗത്തിൽപ്പെട്ടതാണ്, ലാറ ആർട്ടിസ്റ്റുകളുടെ വിഭാഗത്തിലും പെട്ടതാണ്. ജോറലിന്റെ DNAയിൽ നല്ല ചിന്താശക്തിയും ഓർമ്മശക്തിക്കും വേണ്ടിയുള്ള മാറ്റങ്ങളായിരിക്കും DNAയിൽ വരുത്തിയിരിക്കുന്നത്. ജനറൽ സോഡിന്റെ DNAയിൽ ഒരു വാരിയർ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ തന്റെ പ്ലാനറ്റിനെ രക്ഷിക്കണം, അങ്ങനെ ഒരു ചിന്താഗതിയായിരിക്കും ഉള്ളത്. എന്തായാലും ജോറൽ ആ കോഡക്സ് തന്റെ കൈകൾ കൊണ്ട് എടുത്തു. അത് അവിടെ നിന്ന് എടുത്തപ്പോൾ അതിലുള്ള സ്വർണ്ണ തിളക്കം മാഞ്ഞുപോയി. അത് ജോറൽ ശ്രദ്ധിച്ചു. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കോഡക്സ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ജെനസിസ് ചാമ്പറിന്റെ കോറിലാണ്. ആ കോറിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ജെനസിസ് ചാമ്പറിലെ കണക്ഷനുകൾക്ക് കോഡക്സിലെ ഊർജ്ജം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഈ കണക്ഷൻസ് കോഡക്സിലെ DNA സോഴ്സിനെ ജെനസിസ് ചാമ്പറിലെ ഫീറ്റസിന് എത്തിക്കും. അതോടൊപ്പം ജെനസിസ് ഫ്ലൂയിഡ് മാട്രിക്സിന്റെ ന്യൂട്രീഷൻ കൂടെ കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ നന്നായി വളരും. മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മൾ നേരത്തെ കേട്ടതാണ് കെലക്സ് പറയുന്നത് ജെനസിസ് ചാമ്പറിലേക്ക് ചെല്ലുന്ന ഒരു ക്ലാസ് B ക്രൈമാണ്. പക്ഷെ ജോറൽ ആ കോഡക്സ് അതിക്രമിച്ചെടുത്തതോടെ അതൊരു ക്ലാസ് A ക്രൈമായി. പെട്ടെന്ന് അവിടെ ചുമന്ന ലൈറ്റുകൾ കത്തിയിട്ട് വലിയ ശബ്ദം ഉണ്ടാവാൻ തുടങ്ങി. ഇനി ഇവിടെ നിൽക്കുന്നതും ആപത്താന്ന് മനസ്സിലാക്കി ജോറലും തിരിച്ചു നീന്തി. ജോറൽ ആ കോഡക്സുമായിട്ട് കരയിലേക്ക് നീന്തി കയറി. അങ്ങനെ ജോറൽ എണ്ണിക്കുന്ന നേരത്താണ് ജനറൽ സോഡിന്റെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. ജോറൽ, ജനറൽ സോഡിന്റെ അതോറിറ്റിയാണ് പറയുന്നത്, ആ കോഡക്സ് വേഗം സറണ്ടർ ചെയ്യണം. പക്ഷെ അത് കേട്ടൊന്നും ജോറൽ ഭയന്നില്ല. ജോറൽ ഒരു നിമിഷത്തേക്ക് താഴത്തെ ആഴം ഒന്ന് നോക്കി. ജനറൽ സോഡിന്റെ സോൾജേഴ്സിനും ജോറൽ താഴേക്ക് ചാടാൻ പോവാന്ന് മനസ്സിലായി. ജോറലിന് നേരെ അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ആ നിമിഷം തന്നെ ജോറൽ താഴേക്ക് ചാടി. നമ്മളെല്ലാം വിചാരിച്ചു ജോറൽ താഴെ വീണ് മരിക്കാൻ. പക്ഷെ നമ്മളെല്ലാരും മറന്നുപോയ ഒരാളുണ്ടായിരുന്നു.
അങ്ങനെ ജോറലിന്റെ സ്വന്തം പെറ്റായ ഹറാക്ക ജോറലിനെ വന്ന് രക്ഷിച്ചു. പക്ഷെ അവരുടെ തൊട്ടു പിറകിൽ ജനറൽ സോഡിന്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. ജനറൽ സോഡിന്റെ ആൾക്കാർക്ക് പിടികൊടുക്കാതെ ഹറാക്ക ജോറലിനെ കൊണ്ട് പോകുമ്പോഴാണ് അവരുടെ മുന്നിലായിട്ട് 2 ഷിപ്പുകൾ കൂട്ടിയിടിച്ച് വലിയൊരു പൊട്ടിത്തെറി വരുന്നത് അവർ കണ്ടത്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഹറാക്ക അതിന്റെ ഇടയിൽ കൂടെ പോകാൻ തീരുമാനിച്ചു. ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഹറാക്ക അതിന്റെ ഇടയിൽ കൂടെ പോയി. കൂടാതെ ജനറൽ സോഡിന്റെ ആൾക്കാർ ആ പൊട്ടിത്തെറിയിൽ മരിച്ചു. ജോറലും ഹറാക്കയും അവിടുന്ന് രക്ഷപ്പെട്ടെങ്കിൽ പോലും ഹറാക്കയുടെ ഒരു ചിറകിന്റെ ഭാഗത്തായിട്ട് വലിയൊരു മുറിവ് പറ്റി. നിന്നെ കൊണ്ട് പറ്റും ഹറാക്ക. അങ്ങനെ പറ്റുന്ന പോലെ ജോറൽ ഹറാക്കയെ മോട്ടിവേറ്റ് ചെയ്തു. ഹറാക്കയാണെങ്കിൽ 4 ചിറകളിൽ 3 ചിറകൾ കൊണ്ട് പറന്നുയരാൻ തുടങ്ങി. അങ്ങനെ ഹറാക്ക ഹൗസ് ഓഫ് എൽ സിറ്റാഡലിലേക്ക് ലാൻഡ് ചെയ്തു. ഹൗസ് ഓഫ് എൽ സിറ്റാഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോറൽ താമസിക്കുന്ന സ്ഥലം. ഹറാക്കയെ അവിടെ കിടത്തിയിട്ട് ജോറലും കെലക്സും അകത്ത് കയറി. ഇതാണ് ഈ സിനിമയുടെ ടേണിംഗ് പോയിന്റ്. കോഡക്സ് ജോറലിന്റെ കയ്യിൽ നിന്നും പതുക്കെ മേലോട്ട് ഉയർന്നു. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സ്വർണ്ണ തരികൾ ആ കോഡക്സിൽ നിന്ന് വന്നു. ലാറ, നീ ഒരു ഗ്രഹം കണ്ടുപിടിച്ചോ? ഒരെണ്ണം ഉണ്ട് ജോറൽ. ലാറ പറഞ്ഞു കഴിഞ്ഞതും നമ്മുടെ കെലക്സ് ലിക്വിഡ് ജോമെട്രിക്സ് എന്ന ടെക്നോളജി യൂസ് ചെയ്ത് നമ്മുടെ സണ്ണിനെയും എർത്തിനെയും പ്രൊജക്ട് ചെയ്ത് കാണിച്ചു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലാറയും ജോറലും നശിക്കാൻ പോകുന്ന ക്രിപ്റ്റോണിൽ നിന്ന് എർത്തിലേക്ക് പോകാൻ പോവുകയാണെന്ന്. പക്ഷെ അത് അങ്ങനല്ലായിരുന്നു. കെലക്സ് പറയാൻ തുടങ്ങി, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു യെല്ലോ സ്റ്റാറിനെ ഓർബിറ്റ് ചെയ്യുന്ന പ്ലാൻ. അത് കണ്ടിട്ട് ജോറൽ പറയാൻ തുടങ്ങി, അതൊരു പുതിയ നക്ഷത്രമാണ്. അവന്റെ കോശങ്ങൾ അതിന്റെ റേഡിയേഷനെ ഉറപ്പായും കുടിക്കും. അപ്പൊ കെലക്സ് ആ പ്ലാനറ്റ് ജീവിക്കുന്നവരുടെ 3D മോഡൽ കാണിക്കാൻ തുടങ്ങി, അതായത് ഹോമോസാപ്പിയൻസിന്റെ. അത് കണ്ടിട്ട് ജോറൽ വീണ്ടും പറയാൻ തുടങ്ങി, ഇവരെ കണ്ടിട്ട് അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് കണ്ടിട്ട് ലാറ പറയാൻ തുടങ്ങി, പക്ഷെ അവൻ അവിടെ ഒറ്റപ്പെട്ടു പോകും. അവൻ അവിടെ ഒരു വിചിത്ര ജീവിയായിരിക്കും. അവനെ അവര് കൊല്ലും. പക്ഷെ ഇതിന് മറുപടി എന്നോളം ജോറൽ പറഞ്ഞു, അവൻ അവർക്കൊരു ദൈവമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി കാണും. അതെ ഗൈസ്, ലാറയും ജോറലും അല്ല എർത്തിലേക്ക് പോകുന്നത്, പകരം അവരുടെ മകനാണ്. അവനെ പറ്റിയാണ് അവർ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ ലാറയ്ക്ക് തന്റെ കുഞ്ഞ് എർത്തിലേക്ക് വിടണമെന്ന് ഒരു ആഗ്രഹവുമില്ല. അത് ജോറലിനും അറിയാം. പക്ഷെ ഇതല്ലാതെ വേറൊരു വഴിയില്ല. കാരണം ഇനി ക്രിപ്റ്റോണിൽ നിന്നാൽ അവൻ മരിച്ചു പോകും. ലാറ പറയാൻ തുടങ്ങി, ഒരുപക്ഷെ ആ ഷിപ്പ് ആ ഗ്രഹം വരെ എത്തിയില്ലെങ്കിലോ? അവൻ ഒറ്റയ്ക്ക് മരിച്ചു പോകും. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു ജോറൽ, പക്ഷെ എനിക്ക് കഴിയില്ല. അവനിവിടെ സുരക്ഷിതനായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഇതൊക്കെ ജോറൽ കേൾക്കുന്നുണ്ടായിരുന്നു. ജോറൽ ഒരു നിമിഷത്തേക്കൊന്ന് ചിന്തിച്ചു. എന്നിട്ട് തിരിഞ്ഞ് ലാറയോട് സംസാരിക്കാൻ തുടങ്ങി. ലാറ, ക്രിപ്റ്റോൺ നശിക്കുകയാണ്. ഇതാണ് അവന്റെ അവസാനത്തെ അവസരം. നമ്മുടെ ചോരയുടെ അവസാനത്തെ പ്രതീക്ഷ ഇവനാണ്. അപ്പോഴാണ് കെലക്സ് പെട്ടെന്നൊരു മെസ്സേജ് പ്രൊജക്ട് ചെയ്യുന്നത്. എന്താണ് കെലക്സ്? കിഴക്ക് ഭാഗത്ത് നിന്ന് 5 യുദ്ധക്കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. സിറ്റഡെയിലിന്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ 5 ഷിപ്സും ജനറൽ സോഡിന്റെ ആയിരുന്നു. ജനറൽ സോഡ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കെലക്സ് പറഞ്ഞതെല്ലാം അവര് രണ്ടുപേരും കേട്ടു. ഞാൻ കോഡക്സ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഒരു നിമിഷം നിൽക്കി, ഞാൻ അവനെ അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ. അവൻ എണ്ണീറ്റ് നടക്കുന്നതും നമ്മളെ വിളിക്കുന്നതൊന്നും ഇനി നമുക്ക് കാണാൻ പറ്റില്ല. ലാറ പതുക്കെ തന്റെ കുഞ്ഞിനെ ജോറലിന്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷെ ആ ഗ്രഹത്തിൽ അവൻ ഉറപ്പായിട്ടും ജീവിക്കും. അങ്ങനെ അവസാനമായി ലാറ തന്റെ കുഞ്ഞിനെ ഒന്നും മോഹിച്ചു. ജോറലും അങ്ങനെ തന്നെ ചെയ്തിട്ട് അവരുടെ മോനെ ലോഞ്ച് ചെയ്യാനായിട്ട് കിടത്തി. ലാറ കുറച്ചു സമയം കൂടി തന്റെ മകന്റെ കൂടെ ചെലവഴിക്കാൻ നോക്കി. 1, കോഡക്സിലെ ജനറ്റിക് സോഴ്സ് മൊത്തം തന്റെ മകനിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുക. 2, അവനെ സുരക്ഷിതമായിട്ട് ലോഞ്ച് ചെയ്യുക. ഇതിനുള്ള കാരണം എന്തെന്നാൽ നമുക്കറിയാവുന്ന പോലെ ജനറൽ സോഡിനും കോഡക്സ് തന്നെയാണ് വേണ്ടത്. സോ ജനറൽ സോഡ് അങ്ങോട്ട് വന്ന് കോഡക്സ് ഒന്നെങ്കിൽ കൈക്കലാക്കാം, ഇല്ലേ ക്രിപ്റ്റോൺ നശിക്കുന്നതിന്റെ കൂടെ കോഡക്സും നശിക്കും. ആ 2 പോസിബിലിറ്റീസും തടഞ്ഞുകൊണ്ട് കോഡക്സിലെ മൊത്തം ജനറ്റിക് സോഴ്സും തന്റെ കുഞ്ഞിലേക്ക് ആവാഹിക്കുകയാണ് ജോറൽ. നമ്മൾ മുന്നേ കണ്ട പോലെ കോഡക്സിൽ നിന്ന് ആ സ്വർണ്ണ നിറങ്ങൾ വന്നു. അത് ജോറൽ ക്രിപ്റ്റോണിയൻ ടെക്നോളജി ഉപയോഗിച്ച് തന്റെ കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിന്റെ കൂടെ തന്റെ കോൺഷ്യസ്നെസ് അടങ്ങിയിരിക്കുന്ന ഒരു ഡിവൈസും. അങ്ങനെ കോഡക്സിന്റെ മൊത്തം സോഴ്സും ആ കുഞ്ഞിലേക്കായി. അതിനുശേഷം ആ ഡിവൈസ്, അതിന്റെ പേര് കമാൻഡ് കീ എന്നാണ്, അത് ജോറൽ ഒരു സ്ഥലത്ത് കണക്ട് ചെയ്തു. അങ്ങനെ ആ ലോഞ്ച് സ്റ്റാർട്ടായി. പക്ഷെ ജനറൽ സോഡും കൂട്ടവും അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. അവരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ജോറലും റെഡിയായി. ജനറൽ സോഡിന്റെ ആർമി സിറ്റഡെയിലിന്റെ മെയിൻ ഡോർ തകർത്തു. ലോഞ്ചിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ലാറയായിരുന്നു. അങ്ങനെ ആ ഷിപ്പ് ലോഞ്ചിന് വേണ്ടിയുള്ള വെർട്ടിക്കൽ പൊസിഷനിലെത്തി. പെട്ടെന്ന് കെലക്സ് പറയാൻ തുടങ്ങി, ഫാൻറ്റം ഡ്രൈവ്സ്, അതായത് സ്പേസ് ഷിപ്പിന്റെ അഡ്വാൻസ്ഡ് എഞ്ചിൻ ഓൺലൈനിൽ എത്തിയിട്ടുണ്ടെന്ന്. അതിന് മറുപടിയായി ഷിപ്പ് ഇഗ്നൈറ്റ് ചെയ്യാൻ ലാറ പറഞ്ഞു. അതേസമയം ജനറൽ സോഡ് തന്റെ സോൾജേഴ്സിനോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് സിറ്റഡെയിലിന്റെ അകത്ത് കയറി. അവിടെ വെച്ച് ജോറലും ജനറൽ സോഡും കണ്ടുമുട്ടുന്നു.
തനിക്കൊരു കുഞ്ഞുണ്ടായ കാര്യം അത് ബയോളജിക്കലി ഉണ്ടായതാണെന്നും അവന് വലുതാകുമ്പോൾ ഇഷ്ടമുള്ള പദവിയിൽ എത്താമെന്നും അവന് ഫ്രീ വിൽ ഉണ്ടെന്നും മാത്രമല്ല കോഡക്സ് അവനിലേക്ക് അപ്ലോഡ് ചെയ്തെന്നും ജോറൽ പറയുന്നു. പക്ഷെ ഇത് കേട്ടാൽ ജനറൽ സോഡ് ഒരിക്കലും അടങ്ങിയിരിക്കില്ല. ജനറൽ സോഡ് ആ ലോഞ്ച് തടയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ജനറൽ സോഡും ജോറലുമായിട്ട് അവർ വലിയ ഫൈറ്റ് നടന്നു. ഇതൊക്കെ ലാറ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ ലോഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഷിപ്പ് ഇഗ്നൈറ്റ് ആയി. ജനറൽ സോഡ് അവളോട് അത് നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ലാറ ജോറലിനെ ഒന്ന് നോക്കി, എന്നിട്ട് ആ സ്വിച്ച് അമർത്തി. അതോടുകൂടി ആ ഷിപ്പ് പറക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ലാറയ്ക്കും ജോറലിനും വലിയ ആശ്വാസമായി. പക്ഷെ ജനറൽ സോഡിന് ദേഷ്യം അടക്കാനായില്ല. ജനറൽ സോഡ് തന്റെ ഫോറാമിലെ ഗാഡ്ജറ്റിൽ നിന്ന് ഒരു നൈഫ് പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്തു. ജനറൽ സോഡ് ജോറലിനെ കുത്തി. അത് ജോറൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ജോറലിന് നിലത്തേക്ക് വീണു. ഇത് കണ്ടിട്ട് ലാറ ജോറലിന്റെ ശവശരീരത്തിന്റെ അടുത്ത് വന്ന് കിടന്നു. ജനറൽ സോഡ് ലാറയോട് ചോദിക്കാൻ തുടങ്ങി, നിന്റെ മകനെ നീ എങ്ങോട്ടാ ലാറ അയച്ചത്? അവന്റെ പേര് കാൽ എന്നാണ്, എല്ലിന്റെ മകൻ. അവൻ നിന്നിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെട്ടു. അത് കേട്ട ജനറൽ സോഡ് കാൽ എൽ എന്ന ജോറലിന്റെ പുത്രൻ പോകുന്ന ഷിപ്പിനെ തടയാനായിട്ട് ഒരുങ്ങി. ആ ഷിപ്പ് താഴേക്ക് കൊണ്ടുപോവാ. അങ്ങനെ ജനറൽ സോഡിന്റെ ഒരു ഷിപ്പ് കാൽ എൽ പോകുന്ന ഷിപ്പിനെ തടയാനായിട്ട് പോയി. പക്ഷെ അവരാരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. ആ സോൾജർ ടാർഗറ്റ് ലോക്ക് ചെയ്തപ്പോ തന്നെ കാൽ എൽ പോകുന്ന ഷിപ്പിനെ തടയാനായിട്ട് വന്ന ഷിപ്പ് പൊട്ടിത്തെറിച്ചു. അതുകൂടാതെ കാൽ എല്ലിന്റെ ആ ഷിപ്പിന് ലൈറ്റിനെയും റഡാറിനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്രിപ്റ്റോണിയൻസിന്റെ ഐസിനും ക്രിപ്റ്റോണിയൻസിന്റെ റഡാർ സിസ്റ്റത്തിനും അറിയാൻ കഴിയാത്ത വിധം ആ ഷിപ്പും അവിടുന്ന് ഇൻവിസിബിൾ ആയി. ആ ഷിപ്പ് ജനറൽ സോഡിനെയും കൂട്ടരെയും സറണ്ടർ ചെയ്യാൻ വന്നതായിരുന്നു. നിങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെയിട്, നിങ്ങളുടെ ആൾക്കാരെല്ലാം ഞങ്ങളുടെ പരിധിയിലാണ്. അങ്ങനെ ജനറൽ സോഡിന്റെ ആർമിയും സറണ്ടർ ആക്കിക്കൊണ്ട് ആ സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് ബ്ലാക്ക് സീറോ എന്ന് പറയുന്ന വലിയൊരു ഷിപ്പാണ്. ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മളിപ്പോ കാണുന്നത് ലോ മേക്കേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. നേരത്തെ കൗൺസിൽ ഓഫ് 5നെ ജനറൽ സോഡിന്റെ ആർമി തടവിൽ വെച്ചെങ്കിൽ പോലും നമ്മൾ മുന്നേ കണ്ട പോലെ ക്രിപ്റ്റോണിൽ ലോയൽ ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സസ് എല്ലാം അവരെ രക്ഷിച്ചു. ജനറൽ സോഡ് കൊലപാതകത്തിനും രാജ്യദ്രോഹ കുറ്റത്തിനുമായി നിന്നെയും നിന്റെ കൂട്ടാളികളെയും 300 സൊമാറ്റിക് റീകണ്ടീഷനിങ് സൈക്കിളിലേക്ക് വിധേയമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ജനറൽ സോഡ് പറയുന്നതിന് മുന്നേ നമുക്ക് സൊമാറ്റിക് റീകണ്ടീഷനിങ് എന്താന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രിപ്റ്റോണിലെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർ സൊസൈറ്റിയിൽ എന്താവണം, എങ്ങനെയായി തീരണമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അവരെ ഫിസിക്കലായും അവരുടെ DNA-യിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അവരൊരു സെമി അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത്. അവരുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങളോ വയലൻസോ ഇപ്പൊ ജനറൽ സോഡ് ഉണ്ടാക്കിയ പോലത്തെ ലഹളകളോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനെ വീണ്ടും മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ജനറൽ സോഡ് പറയാൻ തുടങ്ങി, എന്നാലും നിങ്ങൾ ഞങ്ങളെ കൊല്ലത്തില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈകൾ അഴുക്കാക്കത്തില്ല, പകരം ഞങ്ങളെ ഒരു നരകത്തിലേക്ക് അങ്ങ് തള്ളിവിടാനാണ് നിങ്ങൾ നോക്കുന്നത്. അതൊക്കെ കേട്ട് ലാറയും അവിടെ ഉണ്ടായിരുന്നു. ജോറൽ പറഞ്ഞതായിരുന്നു ശരി, നിങ്ങളെല്ലാരും വിഡ്ഢികളാണ്, നിങ്ങൾ ഓരോരുത്തരും വിഡ്ഢികളാണ്. ജനറൽ സോഡ് നേരെ തിരിഞ്ഞ് ലാറയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ വൻ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമെന്ന്? ഞാൻ അവനെ കണ്ടുപിടിക്കും. നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തത് എന്താണോ അത് ഞാൻ തിരിച്ചു വിട്ടു. ഞാൻ അവനെ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും ലാറ. ഇതൊക്കെ ലാറ കേൾക്കുന്നുണ്ടായിരുന്നു. ജനറൽ സോഡ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ വീണ്ടും പറയാൻ തുടങ്ങി. അങ്ങനെ ജനറൽ സോഡിനെയും കൂട്ടാളികളെയും സൊമാറ്റിക് റീകണ്ടീഷനിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലോറം എന്ന കൗൺസിൽ ഓഫ് 5ലെ മെമ്പർ അവരെ ലോഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ അവസ്ഥയിൽ ബ്ലാക്ക് സീറോ എന്ന കപ്പലിലേക്ക് പോയി. ബ്ലാക്ക് സീറോ അവിടെ നിന്ന് ലോഞ്ച്. ഇവരെ ഇപ്പൊ തടവിലാക്കാൻ പോകുന്നത് ഫാൻഡം സോൺ എന്ന മറ്റൊരു ഡൈമെൻഷനിലാണ്. ഈ ഫാൻഡം സോണിൽ സമയമില്ല, അതുകൊണ്ട് അവിടെ തടവിലാക്കപ്പെടുന്നവർക്ക് പ്രായമാകില്ല. കൂടാതെ ഈ ഫാൻഡം സോൺ മറ്റൊരു ഡൈമെൻഷനാണ്. അവിടെ സമയവുമില്ല, ഫിസിക്കൽ മാറ്ററും ഇല്ല. ഒരു തരം ബ്രെയിൻ വാഷ് ആണ് ഈ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഡൈമെൻഷനിലേക്കുള്ള പോർട്ടൽ അടഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം കാണും, എന്തുകൊണ്ടാണ് ലോ മേക്കേഴ്സ് ജോറൽ കോഡക്സ് മോഷ്ടിച്ച കാര്യം അറിഞ്ഞിട്ടും ലാറയെ പോലും അറസ്റ്റ് ചെയ്യാത്തത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ജോറൽ ക്രിപ്റ്റോണിലെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ലാറയും ക്രിപ്റ്റോണിലെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ലോ മേക്കേഴ്സിനും ഇപ്പൊ ഏകദേശം മനസ്സിലായി ക്രിപ്റ്റോൺ നശിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാം കൊണ്ടും ജോറൽ ചെയ്ത് തന്നെയാണ് ശരിയെന്ന് അവർക്കും തോന്നിക്കാണും. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. ലാറ തന്റെ ഭർത്താവിന്റെ, അതായത് ജോറലിന്റെ ബാറ്റിൽ സ്യൂട്ട് അടച്ചു വെക്കുകയാണ്. ക്രിപ്റ്റോണിൽ നിന്ന് ഒരുപാട് പൊട്ടിത്തെറികൾ വരാൻ തുടങ്ങി. ലാറ പതുക്കെ അതിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. കൂടെ കെലക്സും കെലോറും ഉണ്ടായിരുന്നു. കെലക്സ് ചോദിച്ചു, ലാറ
നിങ്ങൾ സഹായം തേടുന്നില്ലേ? ആരും നമ്മളെ സഹായിക്കാൻ പറ്റില്ലക്കാലോ. ജോറൽ പറഞ്ഞതായിരുന്നു ശരി. ഇതാണ് എല്ലാത്തിന്റെ അവസാനം. അങ്ങനെ ആ പൊട്ടിത്തെറിയിൽ ലാറയും കൂടെയുള്ളവരെ എല്ലാം മരിച്ചുപോയി. ആ പ്ലാനറ്റ് തന്നെ മൊത്തത്തിൽ നശിച്ചുപോയി. ഇനി ജോറലിന്റെ മകൻ കാൽ എർത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പാർട്ട് 2 അറിയാം. ആൻഡ് യു ആർ വാച്ചിങ് ദ ബ്രേക്ക് ഡൗൺ ലാബ്.